അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ നവോത്ഥാന വിപ്ലവങ്ങളുടെ കൂട്ടത്തിലേക്ക് കടന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് CIC, കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ്. ഈ സംവിധാനത്തിൻ്റെ തുടക്കവും അതിൻ്റെ ആവിർഭാവവും അതിൻ്റെ ചാലകശക്തികളായി പിന്നണിയിൽ പ്രവർത്തിച്ച ദിഷണാശാലികളായ നേതാക്കന്മാരും അവരുടെ ത്യാഗങ്ങളുമൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് CICയുമായി അതിന് ജനറൽ സെക്രട്ടറി നേതൃത്വം നൽകുന്ന സംവിധാനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്ന ബന്ധവിച്ഛേദനത്തിൻ്റെ കാരണമായി പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹം ഈ അടുത്ത ദിവസങ്ങളിൽ നടത്തിയ വാർത്താ സമ്മേളനങ്ങളിൽ നിന്നും അദ്ദേഹം സ്വകാര്യ ചാനലിനു നൽകിയ അഭിമുഖത്തിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നു തന്നെ എന്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാനുള്ള കാരണമാക്കിയത് എന്നതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം മനസ്സിലാക്കാനുള്ള സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിൽ ആരോപിക്കപ്പെടുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹവും സമസ്തയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, CIC എന്ന് പറയുന്ന സംവിധാനത്തെ സമസ്ത എന്ന് പറയുന്ന സംഘടനാ ചാനലിൽ നിന്ന് അദ്ദേഹം അതിനെ വഴിതിരിച്ചു കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഹേതുകങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കിടയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ സത്യസന്ധമായി ഗ്രഹിക്കാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ വ്യക്തമാകുന്ന നിലക്കാണ് ആ ഒരു വാർത്താ സമ്മേളനങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം സാധാരണക്കാർക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കൂടുതൽ ഈ വിഷയകമായി പറയാനുള്ളത്, ഒരു സുപ്രഭാതത്തിൽ സമസ്തയെടുത്ത നിലപാടുകളല്ല ഇതെല്ലാം. ബന്ധവിച്ഛേദനം ഉൾപ്പെടെയുള്ള അദ്ദേഹം നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളുമായി ഏജൻസികളുമായി സമസ്തക്ക് ബന്ധമില്ലെന്ന് പറയാനുണ്ടായ സാഹചര്യങ്ങൾ കേവലം 1-2 കാരണങ്ങൾ മാത്രമല്ല. വളരെ വ്യക്തമായി ചരിത്രം പഠിക്കാൻ ശ്രമിച്ചാൽ 2019 മെയ് മാസം 2-ാം തീയതിയാണ് അദ്ദേഹത്തിനെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറയിലേക്ക് കത്ത് വരുന്നത്. സുന്നി യുവജന സംഘത്തിൻ്റെ നേതാക്കന്മാർ ഒപ്പിട്ട കത്തിലൂടെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചില ആരോപണങ്ങൾ പുറത്തു വരികയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശധാരയിൽ നിന്ന് വ്യത്യസ്തമായി സ്വതന്ത്രമായ ചില നിലപാടുകളിലൂടെ അഇമ്മത്തിനെ പോലും മദ്ഹബിൻ്റെ ഇമാമുകളെപ്പോലും നിസ്സാരവൽക്കരിക്കും വിധവും, അതുപോലെ മദ്ഹബിൻ്റെ ഇജ്തിഹാദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം തുറന്ന സമീപനം എന്ന നിലക്ക് ഇജ്തിഹാദിൻ്റെ കവാടങ്ങളൊന്നും അടഞ്ഞിട്ടില്ല, ഇനിയും ഒരുപാട് ഇജ്തിഹാദുകൾ നടക്കാനുണ്ട്, മദ്ഹബുകൾ കേവലം 4 ഒതുക്കേണ്ടതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാലമത്രയും പണ്ഡിത സമൂഹം അനുവർത്തിച്ചു പോന്നിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നയനിലപാടുകൾക്ക് വിരുദ്ധമായ ചില പ്രഖ്യാപനങ്ങളും ചില പ്രവർത്തനങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉടലെടുത്തിട്ടും ഔദ്യോഗികമായി കത്ത് പരാതിയായി ലഭ്യമായിട്ട് പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉസ്താദുമാരെടുത്ത ഒരു രീതിയുണ്ട്. ഈ വിഷയത്തിൽ അവർ സ്വീകരിച്ച ഒരു നയമുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഈ പരാതികളൊക്കെ ബോധ്യപ്പെടും വിധത്തിലുള്ള തെളിവുകളൊക്കെ ലഭ്യമായിരുന്നിട്ട് പോലും ഒറ്റയടിക്ക് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുകയോ ഈ സംവിധാനത്തിൽ ഇടപെടുകയോ അല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ ചെയ്തത്. ഡ്രൈവർമാർ ശരിയല്ല, സമസ്തയിൽ ശുദ്ധികലശം നടത്തണമെന്നൊക്കെ അദ്ദേഹം വാദിക്കുമ്പോഴും ഡ്രൈവർമാരുടെ സൂക്ഷ്മത എത്രത്തോളമായിരുന്നുവെന്ന് പറയാൻ പോകുന്ന ഘട്ടം ഘട്ടമായിട്ടുള്ള ഓരോ സംഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമ്മളിവിടെ കൃത്യമായി വർഷങ്ങളും സമസ്തയും CICയും നടത്തിയ ഇടപെടലുകളും കത്തിടപാടുകളും അതെല്ലാം ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു വിശകലനമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ടുള്ള പ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത്, ഒരുപാട് സാധാരണക്കാരായ സമസ്തയുടെ പ്രവർത്തകന്മാർക്കിടയിൽ വലിയ തെറ്റിദ്ധാരണ പരത്തുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളും ഒക്കെ കാണുമ്പോൾ സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിക്കും, ഇങ്ങനെയാണോ വിഷയം, എങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഒരു സുപ്രഭാതത്തിൽ സമസ്ത എടുത്ത തീരുമാനമല്ല അദ്ദേഹവുമായുള്ള ബന്ധവിച്ഛേദനം എന്ന് പറയുന്നത്. അതിൻ്റെ കാര്യകാരണങ്ങളാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. നോക്കൂ നിങ്ങൾ, 2019 മെയ് മാസം 2-ാം തീയതി സുന്നി യുവജന സംഘത്തിൻ്റെ കത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് മുമ്പിൽ വന്നതിൻ്റെ ശേഷം അദ്ദേഹത്തിനെതിരെ നേരെ നടപടിയെടുക്കാനോ അദ്ദേഹത്തെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനോ ആ സംവിധാനത്തിൻ്റെ ഇടയിൽ നേരിട്ട് ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ സമസ്തയുടെ ആ ഒരു വഴിയെ കൊണ്ടുവരാനോ അല്ല ശ്രമിച്ചത്. മറിച്ച് ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ നല്ല ഡ്രൈവർമാരുടെ ഒരു ശീലം അതാണ്, നല്ല നേതാക്കളുടെ ഒരു നയം അതാണ്. ആ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം. ഒരു ഭാഗം ആരോപണം ഉന്നയിച്ചാൽ മറുഭാഗത്തിന് പറയാനുള്ളത് എന്താണ്, കേട്ടില്ല, എന്നെ കേൾക്കാനുള്ള അവസരം ഉണ്ടാക്കിയില്ല എന്നൊക്കെ പല തവണ ആവർത്തിക്കുന്നുണ്ടല്ലോ. അവരെ കേൾക്കാനുണ്ടാക്കിയ അവസരങ്ങളുടെ
ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കിവിടെ പറയാനും ഇവിടെ കാണാനും സാധിക്കും. അവസരമൊരുക്കുകയാണ് ചെയ്തത്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അതുപോലെ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, ബഹാഉദ്ദീൻ നദ്വി കൂരിയാട് ഉൾപ്പെടെയുള്ള ആളുകളെ ഈ വിഷയം വച്ച് പഠിക്കാനുള്ള ഒരു സമിതിയായി നിയോഗിക്കുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തത്. അതവർ പഠിക്കട്ടെ, പഠിച്ചതിൻ്റെ ശേഷം അവർ റിപ്പോർട്ട് സമർപ്പിക്കട്ടെ. ആ റിപ്പോർട്ടിന്മേൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം എന്ന ഒരു തീരുമാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എടുത്തത്. എന്നാൽ നോക്കൂ നിങ്ങൾ, ഈ ഒരു പഠനം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത് കോവിഡുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കൂടാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ദീർഘമായ ഒരു സമയം മുഷാവറ കൂടാൻ പറ്റാത്ത ഒരു സാഹചര്യം മുൻപിൽ വന്ന അവസ്ഥയുണ്ടായി. നേതാക്കന്മാർ അതിനെക്കുറിച്ച് ആ ഒരു വേളകളിലെല്ലാം അവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് 2019 9-ാം മാസം 4-ാം തീയതി മുഷാവറ ചേരാമെന്ന് കരുതി ആ ഒരു മുഷാവറയിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട പഠന റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന തീരുമാനത്തോടു കൂടെയാണ് CACയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഷാവറയുടെ യോഗം അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത്. എന്നാൽ ഈ ഒരു പഠനം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെയാണ് അദ്ദേഹം 2019 ഡിസംബർ മാസത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സ്ഥാപനത്തിൽ അദ്ദേഹം പ്രഭാഷണം നടത്തുന്നത്, അവരുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നേരത്തെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ജമാഅത്ത് ബന്ധം, അതുപോലെ അദ്ദേഹത്തിൻ്റെ നയനിലപാടുകളിലൊക്കെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സ്വാധീനം. അതിനെ ഒന്നുകൂടെ അരക്കെട്ടുറപ്പിക്കും വിധത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു പരിപാടിയിലുള്ള പങ്കെടുക്കൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏതാണെങ്കിലും പറഞ്ഞ ദിവസം മുഷാവറ കൂടാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കോവിഡിൻ്റെ ഒരു പാരമ്യത നിൽക്കുന്ന ഒരു സമയമാണ്. പിന്നീട് 13/1/2021 നേരത്തെ പഠന സമിതി തീരുമാനിച്ച ആ ഒരു സമയത്തിൽ നിന്ന് ഏകദേശം ഒരു വർഷം പിന്നിട്ടതിൻ്റെ ശേഷമാണ് മുഷാവറ ഇവിടെ ചേരുന്നത്. അവിടേക്കാണ് ഈ റിപ്പോർട്ട് വരുന്നത്. അതിനോടനുബന്ധിച്ച് തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഒരു സംവിധാനം തുടങ്ങിയത് വളാഞ്ചേരി മർക്കസിൽ നിന്നാണ്. വളാഞ്ചേരി മർക്കസിൻ്റെ സന്തതിയായിട്ടാണ് CIC അല്ലെങ്കിൽ ഈ മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ സമ്പ്രദായം ഈ ഒരു സംവിധാനം ഉടലെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മർക്കസിനെ, വളാഞ്ചേരി മർക്കസ് എന്ന ആ സ്ഥാപനം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സംവിധാനം പല പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തതിൻ്റെ കാരണം കൊണ്ട് അവിടെ നിന്നത് മാറ്റാനുള്ള പരിശ്രമമാണ് പിന്നീട് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പിന്നീട് 2020 പാങ്ങിൽ സ്ഥാപിക്കപ്പെട്ട വഫ ക്യാമ്പസിലേക്ക് CICയുടെ ആസ്ഥാനം മാറുന്നത്. എന്താണ് വളാഞ്ചേരി മർക്കസുമായി ബന്ധപ്പെട്ട വിഷയം? വളാഞ്ചേരി മർക്കസിലാണല്ലോ ഇദ്ദേഹം അധ്യാപകനായി കടന്നു വരുന്നത്, അവിടെയാണല്ലോ ഇദ്ദേഹത്തെ പ്രിൻസിപ്പാളാക്കുന്നത്. പിന്നീട് നമ്മുടെ കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് രൂപീകൃതമാകുന്ന സമയത്ത് അതിൻ്റെ പരീക്ഷാ ബോർഡ് ചെയർമാനായി അദ്ദേഹത്തെ സ്ഥാപിക്കുന്ന ആ ഒരു സമയത്തും കേന്ദ്രം വളാഞ്ചേരി മർക്കസാണല്ലോ. പിന്നീട് അദ്ദേഹം ഇതിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്ന വേളയിലും ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്നത് വളാഞ്ചേരി മർക്കസായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് വളാഞ്ചേരി മർക്കസിൽ നിന്ന് വഫ ക്യാമ്പസിലേക്ക് ഇതിൻ്റെ ആസ്ഥാനം മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? അവിടെ മർക്കസിൻ്റെ കമ്മിറ്റിയും CICയും തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ അതിന് കാരണമായിട്ടുണ്ട്. ഇതിനോട് കൂട്ടിവായിക്കേണ്ട ഒരു സംഗതി പലപ്പോഴും പല പ്രഭാഷണങ്ങളിലൂടെയും നമ്മുടെ നേതാക്കന്മാരുടെ വാക്കുകളിലൂടെയും ഒക്കെ നമ്മൾ കേട്ടതാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ നടക്കുന്ന ഒരു സ്ഥാപനം, അവിടെ കീഴിൽ എന്നതിനെ അദ്ദേഹം വെട്ടിമാറ്റി വളരെ വിദഗ്ധമായി ആഭിമുഖ്യത്തിൽ എന്നാക്കി മാറ്റുന്നുണ്ട്. ഏതാണെങ്കിലും ആ സ്ഥാപനത്തിൻ്റെ കീഴിലാണ് എന്ന് സനത് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിൽ എഴുതണമെന്ന് പറഞ്ഞപ്പോൾ പിന്നീട് അതുമായി ബന്ധപ്പെട്ടുണ്ടായ കത്തിടപാടുകളും പരസ്പരമുള്ള സംവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കേട്ടവരാണ്. വളാഞ്ചേരി മർക്കസിനോടുള്ള ആ ഒരു അസഹിഷ്ണുത, അതിൻ്റെ നേതൃത്വവുമായുള്ള ചില അസ്വാരസ്യങ്ങൾ, ഇതെല്ലാം കാരണമാണ് പിന്നീട് വഫ ക്യാമ്പസിലേക്ക് ഇത് മാറ്റുന്നത് എന്ന്, ആസ്ഥാനം മാറ്റുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ സാന്നിധ്യത്തിൽ മർക്കസ് കമ്മിറ്റി അംഗങ്ങളായ തിരൂർ ഇബ്രാഹിം ഹാജി, അതുപോലെ കാടാമ്പുഴ മൂസ ഹാജി തുടങ്ങിയ വ്യക്തിത്വങ്ങളുമായി നടത്തിയ ഒരു മസ്ലഹത്ത് ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നങ്ങൾക്കൊരു രമ്യമായ പരിഹാരമെന്ന നിലക്ക് ആസ്ഥാനം മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നതിനെക്കുറിച്ച് നോക്കൂ. വളാഞ്ചേരി മർക്കസിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആതിർശ്ശേരി ഹംസക്കുട്ടി മുസ്ലിയാർ. 16 വർഷത്തിലധികം CICയുടെ അഡ്വൈസറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.
എന്നാൽ സമസ്തയുടെ ചട്ടക്കൂട്ടിൽ നിന്ന് ഇവർ പുറത്തു കടക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവിഷേകമായി ഉണ്ടായ ഇടപെടൽ മൂലം പിന്നീട് വളാഞ്ചേരി ആസ്ഥാനമായി ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തങ്ങളുടെ ഇംഗിതത്വത്തിനൊത്ത് കഴിയില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് വളാഞ്ചേരി മർക്കസുമായുള്ള ആ ബന്ധം, ആസ്ഥാനം എന്ന് പറയുന്ന ബന്ധം വിച്ഛേദിക്കാൻ ഇവർ നിർബന്ധിതരാകുന്നത്. വളരെ നിസ്സാരമായ കാര്യം. വളരെ നിസ്സാരം എന്ന് പറഞ്ഞാൽ സമസ്തയുടെ ചട്ടക്കൂട്ടിനകത്ത് ഒതുങ്ങി നിൽക്കാൻ തങ്ങൾ സന്നദ്ധരല്ല എന്ന് ഇവർ ഇടയ്ക്കിടെ ഇപ്പം നടന്ന വാർത്താ സമ്മേളനത്തിലും ചാനലിന് നൽകിയ അഭിമുഖത്തിലുമൊക്കെ നമ്മൾ കേട്ടതാണ്. സമസ്തയുടെ ചട്ടക്കൂടിനുള്ളിൽ അതിൻ്റെ സംഘടനാ സംവിധാനത്തിൻ്റെ അകത്തു നിന്ന് പ്രവർത്തിക്കാൻ താൻ ഒരുക്കമല്ലെന്ന് തുടക്കം മുതൽ തന്നെ അദ്ദേഹം അത് വിളിച്ചു പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് വളാഞ്ചേരി മർക്കസ് ആസ്ഥാനം മാറ്റി അത് വഫ ക്യാമ്പസിലേക്ക് മാറുന്നത്. ഇനി നോക്കൂ നിങ്ങൾ, വളാഞ്ചേരി മർക്കസിൽ നിന്ന് ആസ്ഥാനം മാറിയതോടുകൂടെ ഒന്നുകൂടെ അതിൻ്റെ ഭരണഘടനാപരമായ അധികാരങ്ങളും അതിൻ്റെ പൊതുവായ നിയന്ത്രണങ്ങളും എല്ലാം തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് കണ്ടപ്പോഴാണ് ഭരണഘടനയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ ഭരണഘടനയിൽ വരുന്ന മാറ്റങ്ങൾ പിന്നീടുണ്ടാക്കിയ ഭവിഷ്യത്തുകൾ, പ്രയാസങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുമ്പോഴാണ് അദ്ദേഹവുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്തുകൊണ്ട് നിർബന്ധിതമായി എന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഒന്ന്, 29/11/2020 CICയുടെ സെനറ്റ് യോഗത്തിൽ എടുത്ത ഒരു തീരുമാനമാണ് കമാൽ പാഷയെ CICയുടെ അഡ്വൈസറി ബോർഡിൽ അംഗമായി നിയമിക്കുക എന്നത്. അഡ്വക്കേറ്റ് കമാൽ പാഷ, ജസ്റ്റിസ് കമാൽ പാഷ 29/11/2020 CICയുടെ സെനറ്റ് യോഗത്തിലെടുത്ത ഒരു തീരുമാനമാണ് ജസ്റ്റിസ് കമാൽ പാഷയെ, ഏത് കമാൽ പാഷ? വഹാബി ആശയക്കാരനായ, സ്വതന്ത്രമായി ഇസ്ലാമിൽ പല മാറ്റങ്ങളും വരുത്തണമെന്ന് വാദിക്കുന്ന, വിവാഹ വിഷയത്തിൽ പുരുഷന് 4 സ്ത്രീകളാകാമെങ്കിൽ എന്തുകൊണ്ടൊരു സ്ത്രീക്ക് 4 പുരുഷന്മാരായിക്കൂടാ എന്നുവരെയുള്ള വിദണ്ഡവാദങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അതിനുവേണ്ടി വാദങ്ങൾ ഉന്നയിച്ചിരുന്ന ജസ്റ്റിസ് കമാൽ പാഷയെ അദ്ദേഹത്തെ അഡ്വൈസറി ബോർഡിലേക്ക് അതിൻ്റെ ഒരു അംഗമായി നിയമിക്കുന്നത്. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ സുന്നത്ത് ജമാഅത്തിൻ്റെ ഇന്നാളുവരെയും സമസ്ത അനുവർത്തിച്ചു പോന്നിരുന്ന ആ ഒരു റൂട്ടിൽ നിന്നുള്ള ആ വ്യതിചലനങ്ങളും വ്യതിയാനങ്ങളും പ്രകടമാക്കുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ മറ്റൊരു വിഷയമാണ് വഫിയ കോഴ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് കോഴ്സ് തീരുന്നത് വരെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവരുന്നത്. നോക്കൂ നിങ്ങൾ, അത് പറയുമ്പോൾ അതൊക്കെ നേരത്തെ ഇതിൻ്റെ ഭരണഘടനയിൽ ഉള്ളതാണ് എന്ന വാദമാണ് നമുക്ക് പുറത്ത് കേൾക്കാൻ സാധിക്കുന്നത്. ഇവിടെ 2008 വഫിയ സംവിധാനം തുടങ്ങുന്നത്. 2020 വരെ, നമ്മൾ പറഞ്ഞല്ലോ 2020 ഇത് വളാഞ്ചേരി മർക്കസിൽ നിന്ന് ആസ്ഥാനം മാറുന്നത്. ആ ഒരു സമയം വരെയും അവിടെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാവർക്കും കോഴ്സിൽ ചേർന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് 7 ദിവസത്തോളം അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ലീവ് അനുവദിച്ചിരുന്ന ഒരു രീതിയാണ് തുടർന്നു വന്നിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഭരണഘടനയിലുള്ള തിരുത്തുകൊണ്ടുവന്നത് പഠനം കാലം പൂർത്തിയാക്കുന്നത് വരെ വിവാഹം കഴിക്കാൻ പാടില്ല. അത് ഭേദഗതി വരുത്തിയതാണ്. ഇങ്ങനെ ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. ആ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോഴൊന്നും സമസ്ത നേരിട്ട് ഇടപെട്ട് അതിൽ പെട്ടെന്ന് ഒരു ബന്ധവിച്ഛേദനത്തിന് ഒരുങ്ങുകയല്ല ചെയ്തത്. കമാൽ പാഷയുടെ കാര്യം തന്നെ നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തെ നിയമിച്ച സമയത്ത് അതുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കാൻ വേണ്ടി ഒരു സമിതിയെ നിയോഗിച്ചു. ഡ്രൈവർമാരുടെ സൂക്ഷ്മതയാണ് ഈ പറയുന്നത്. അവിടെ ഉസ്താദ് മുസ്തഫൽ ഫൈലി, അതുപോലെ ബഹാവുദ്ദീൻ നദ്വി കൂരിയാട്, 2 ആളുകൾക്കും അതിൻ്റെ ചുമതല നൽകുകയാണ്. അവരതിനെക്കുറിച്ച് പഠിക്കട്ടെ, പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കട്ടെ. അങ്ങനെ റിപ്പോർട്ട് പ്രകാരം കമാൽ പാഷ ശരീഅത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആളാണ് എന്ന് ആ സമിതി കണ്ടെത്തി. നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീക്ക് എന്തുകൊണ്ട് 4 പുരുഷന്മാരായിക്കൂടാ, അത് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമാണ്. അതുപോലെയുള്ള അദ്ദേഹത്തിൻ്റെ പല വാദഗതികളും മുഷാവറയിൽ ചർച്ചയ്ക്ക് വന്നു. CIC അഡ്വൈസറി ബോർഡിൽ നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്യണമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആവശ്യപ്പെട്ടു. അതിന് അവർക്ക് കത്തയക്കുന്ന രീതിയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. എന്നാൽ CIC സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്ന സമിതിയാണ് എന്നാണല്ലോ അന്നും ഇന്നും ഒക്കെ ഇതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന, ഇതിൻ്റെ ജനറൽ സെക്രട്ടറി അടക്കമുള്ള CICക്ക് നേതൃത്വം നൽകുന്ന പലരും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ അഡ്വൈസറി ബോർഡിൽ നിന്ന് കമാൽ പാഷയെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ സമസ്ത നൽകിയ കത്തിന് CIC മറുപടി നൽകാതിരിക്കുകയാണ് ചെയ്തത്.
ഇതിന് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കണമെന്ന തീരുമാനത്തിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് എത്തേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ ഒരു സമ്മർദ്ദത്തിലാണ് 2021 4-ാം മാസം 6-ാം തീയതി അവർ സമസ്തക്ക് മറുപടി കൊടുക്കുന്നത്. ആ മറുപടി കത്തിൽ സമസ്തയുടെ ഈ 2 നിർദ്ദേശങ്ങളും തള്ളിക്കളഞ്ഞതിന് കാരണം പറഞ്ഞത് 29/11/2020 ചേർന്ന CIC അംഗീകരിച്ച വിഷയങ്ങളാണ് ഇവിടെ നടപ്പിലാക്കുന്നത് എന്ന് വെച്ചാൽ ഈ സെനറ്റിൽ ഇടപെടാനുള്ള സ്വാതന്ത്ര്യം സമസ്തക്കില്ല എന്ന് പറയാതെ അവിടെ പറഞ്ഞു വെച്ചു. അതുകൊണ്ട് തന്നെ ഈ തീരുമാനങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനെ കുറിച്ച് സമസ്ത പറയുന്നത് അപ്പാടെ അനുസരിക്കാൻ, അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഞങ്ങളെ കൊണ്ട് സാധ്യമല്ല എന്ന അനുസരണക്കേട്, ധിക്കാരപരമായ നിലപാടാണ് അവിടെ അവർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ കമാൽ പാഷയെ മാറ്റുന്ന കാര്യത്തിലും തീരുമാനം ഉണ്ടാവുകയില്ല എന്നവർ അറിയിച്ചു. ഏതാണെങ്കിലും പിന്നെ 8/4/2021 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അടുത്ത മുഷാവറ യോഗം ചേർന്നു. ചർച്ചകൾ നടന്നു. അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി, സമസ്തയുടെ ഇടപെടലിലുള്ള നിർബന്ധത്തിന് വഴങ്ങി ജസ്റ്റിസ് കമാൽ പാഷയെ അഡ്വൈസറി ബോർഡിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിയമ ഉപദേഷ്ടാവായി നിലനിർത്താം എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുകയാണ്. അവിടെയും സമസ്തയുടെ നിരന്തരമായ ഇടപെടലാണ്. ഒരു വഹാബി ആശയക്കാരനായ ഒരാളെ കൊണ്ടുവന്ന് ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ, സുന്നത്ത് ജമാഅത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ തലപ്പത്ത് നിയോഗിച്ച് അതിനെതിരെ സമസ്ത ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ബോഡി ഇടപെടുമ്പോൾ പോലും ധിക്കാരപരമായ സമീപനം സ്വീകരിച്ച് അവസാനം ഗത്യന്തരമില്ലാതെ തീരുമാനമെടുക്കേണ്ടി വന്നപ്പോൾ പോലും നിയമോപദേഷ്ടാവായി നിലനിർത്താം എന്ന ഒരു ധാരണയിലേക്ക്, അപ്പോഴും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ഒരുക്കമല്ല എന്ന തരത്തിലുള്ള തീരുമാനമാണ് അവർ കൈക്കൊണ്ടത്. എന്നാൽ നോക്കൂ നിങ്ങൾ, വീണ്ടും ഈ വിഷയത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കത്തയക്കേണ്ടി വന്നു. പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ, MT അബ്ദുള്ള മുസ്ലിയാർ, PP ഉമർ മുസ്ലിയാർ എന്നിവരെ ഈ വിഷയത്തിൽ വീണ്ടും ചുമതലപ്പെടുത്തുകയാണ് സമസ്ത ചെയ്തത്. അപ്പോഴും ബന്ധവിച്ഛേദനം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടായിട്ടില്ല. അപക്വമായ ഒരു തീരുമാനം സമസ്തയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഈ സംവിധാനം തകരണം എന്നാണ് സമസ്തയുടെയും നേതാക്കളുടെയും ഒക്കെ ഉദ്ദേശമെങ്കിൽ എപ്പോഴോ ആകാമായിരുന്നു. പക്ഷെ പരമാവധി സംയമനം പാലിച്ച് ഈ സംവിധാനത്തെ സമസ്തയ്ക്കൊപ്പം കൂട്ടിപ്പിടിച്ചുകൊണ്ട് എങ്ങനെ വളരെ സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചുള്ള വളരെ സഹനപൂർവ്വമുള്ള ഇടപെടലുകളാണ് സമസ്തയുടെ പക്വമതികളായ ഡ്രൈവർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ നിലപാട് എന്ന് ഈ നാൾ വഴികളൊക്കെ പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വസ്തുതകളാണ്. ഏതാണെങ്കിലും ഇവിടെ വീണ്ടും മുഷാവറ യോഗം ചേരുകയാണ്. ഈ പഠന റിപ്പോർട്ടിന്മേൽ മുഷാവറ യോഗം ചേരുകയാണ്. എന്നാൽ സമസ്ത പറയുന്ന നിബന്ധനകൾ അനുസരിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല എന്ന ആ ഒരു വിഷയം വീണ്ടും പഠിക്കുന്നതിന് വേണ്ടി ഒരു 7 അംഗ സമിതിയെ നിയോഗിച്ച് ഇവരുമായി ചർച്ചയ്ക്ക് അടുത്ത ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തത്. നോക്കൂ, 23/11/2021 ചൊവ്വാഴ്ച ചേളാരി സമസ്താലയത്തിൽ വെച്ച് എല്ലാ വിഷയങ്ങളും, ഇതുവരെ ഇവരുമായി ബന്ധപ്പെട്ടുണ്ടായ ആരോപണങ്ങളിലുള്ള വിഷയങ്ങൾ മുഴുവനും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു 7 അംഗ സമിതി, 2 ഭാഗത്തു നിന്നും 7 അംഗം വീതം സമിതി അവിടെ രൂപീകരിക്കുകയാണ്. സമസ്തയുടെ ഭാഗത്തു നിന്ന് സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, AV ഉസ്താദ്, അതുപോലെ വാക്കോട് ഉസ്താദ്, MT ഉസ്താദ്, പിന്നെ മൂസക്കോയ മുസ്ലിയാർ, ഹൈദർ ഫൈസി തുടങ്ങിയ സമസ്തയുടെ മുഷാവറ അംഗങ്ങളും, മറുഭാഗത്തു നിന്ന് ആദർശേരി ഹക്കീം ഫൈസി, ലുക്കുമാൻ വാഫി, അഹമ്മദ് വാഫി, സലാം ഫൈസി, അബ്ദുൽ ബർ വാഫി, ഹബീബുള്ള ഫൈലി, അലി ഫൈലി എന്നിവരെയും ചുമതലപ്പെടുത്തി. ഇങ്ങനെ വീണ്ടും ഒരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചെയ്തത്. ചർച്ചകൾ അങ്ങനെ നീണ്ടുപോയി. ചർച്ചകൾ നീണ്ടുപോകുന്ന വേളയിലെല്ലാം ഈ പെൺകുട്ടികളുമായി, അവരുടെ വഫിയകളുമായി, വിവാഹബന്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ സമസ്ത ഒരു നിലപാട് പറയുമ്പോൾ, അത് ഇന്ന രീതിയിലായിരിക്കണം എന്ന് പറയുമ്പോൾ അതല്ല, മറിച്ച് ഈ വിഷയത്തിൽ പഠനം കഴിഞ്ഞിട്ട് വിവാഹം ചെയ്താൽ മതി എന്ന വിഷയത്തിൽ ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്, എന്നാൽ നിങ്ങൾ പറയുന്നത് അംഗീകരിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല, ഒരു സംവാദത്തിന്, കിതാബുകൾ വെച്ച് ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ് എന്ന ഒരു ധിക്കാരപൂർവ്വമുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചത്. നോക്കൂ, സമസ്ത ഇരുത്തം വന്ന 40 മുഷാവറ അംഗങ്ങൾ, പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ അതിൻ്റെ എല്ലാ സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തി വളർന്നു വന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം. ആ സംവിധാനം വഴിവിട്ടു പോകുന്നു എന്ന് തോന്നുമ്പോൾ, നേതാക്കൾ വിളിച്ച് ഉപദേശിക്കുമ്പോൾ ആ ഉപദേശങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്നതിന് പകരം
ഇതുമായി ബന്ധപ്പെട്ട വിഷയം കിതാബിൻ്റെ ഉദ്ധരണികളോടുകൂടെ ഇമാമുകളുടെ കൗലുകൾ വെച്ചുകൊണ്ട് നിങ്ങളുമായി സംവാദത്തിന് ഞങ്ങൾ സന്നദ്ധരാണ് എന്ന രൂപത്തിലുള്ള ഒരു ധിക്കാരപൂർവ്വമുള്ള മറുപടിയാണ് ഇക്കൂട്ടരിൽ നിന്നുണ്ടായത്. ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ തന്നെയാണ് അന്ന് അവിടെ നിന്ന് അത് തീരുമാനമാകാതെ പിരിഞ്ഞു. ഈ ഒരു സമയത്താണ് അവരുടെ അടുത്ത ഗൂഢാലോചന നടക്കുന്നത്. സമസ്തക്ക് ഇതിൽ വലിയ ഒരു ഗ്രിപ്പുള്ളത് കൊണ്ടാണല്ലോ ഇടയ്ക്കിടെ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് സമസ്തയെ ഈ ഒരു ഭരണഘടനയിൽ നിന്ന് അവരുടെ അധികാര പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് മെല്ലെ മെല്ലെ സമസ്തയെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ ബന്ധം വിച്ഛേദിക്കാൻ അവർ ഗൂഢാലോചന നടത്തുകയാണ്. അങ്ങനെ സമസ്തയുടെ സമിതിയും CICയുടെ ഭാഗത്തു നിന്നുള്ള സമിതിയും കൂടി 2021 നവംബർ മാസം 23-ാം തീയതി ചൊവ്വാഴ്ച ചേളാരി സമസ്താലയത്തിൽ വെച്ച് വീണ്ടും ചർച്ചകൾ നടക്കുകയാണ്. സമസ്തയുടെ അധികാരം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി 12/2/2022 ചേർന്ന സെനറ്റ് യോഗത്തിൽ വെച്ച് സമസ്തയെ പരിപൂർണമായും ഈ ഒരു സംവിധാനത്തിൻ്റെ അകത്ത് നിന്ന് പുറത്താക്കാനുള്ള പരിപാടികളാണ് അവർ ആസൂത്രണം ചെയ്തത്. 2004 മുതൽ 2022 വരെ നിലവിലുണ്ടായിരുന്ന അതിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ടാണ് പുതിയ തന്ത്രം അവർ മെനയുന്നത്. അവിടെ നോക്കൂ നിങ്ങൾ, ഭരണഘടന ഭേദഗതി ചെയ്യാൻ 2 പ്രാവശ്യം സെനറ്റ് യോഗം ചേർന്നു. അതിൽ എടുത്ത തീരുമാനങ്ങൾ, നേരത്തെ ഉണ്ടായിരുന്നത് സമസ്തയുടെ പ്രസിഡന്റ് CICയുടെ ഭരണഘടനയിൽ അഡ്വൈസറി ബോർഡ് സ്ഥാനത്തുണ്ടായിരുന്നു. അതുപോലെ ജാമിഅ നൂരിയയുടെ പ്രസിഡന്റ്, അതുപോലെ CIC നിശ്ചയിക്കുന്ന ഒരു വിദ്യാഭ്യാസ വിദഗ്ധൻ. ഈ 3 പേരും ഇതിൻ്റെ ഒരു അഡ്വൈസറി ബോർഡിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. എന്നാൽ പുതിയ ഭരണഘടന പ്രകാരം സമസ്തയുടെ പ്രസിഡന്റ് എന്നതിനു പകരം സമസ്ത മുഷാവറയുടെ ഒരു പ്രതിനിധി എന്നാക്കി മാറ്റി. അവിടെ സമസ്തയുടെ പ്രസിഡന്റിനെ വെട്ടി. ഈ കളികളൊന്നും സാധാരണക്കാർക്ക് അറിയില്ല. അവിടെ ഭേദഗതി വരുത്തി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷനെ അതിൽ നിന്ന് വെട്ടി. അതോടൊപ്പം തന്നെ സമസ്ത മുഷാവറയുടെ പ്രതിനിധി ആരായിരിക്കണം എന്ന തീരുമാനം, അതും സമസ്തക്കെടുക്കാനുള്ള റോളില്ല, റൈറ്റില്ല. മറിച്ച് CIC ആരെയാണോ, ഏത് മുഷാവറ അംഗത്തെയാണോ CIC തിരഞ്ഞെടുക്കുന്നത് അവർക്കായിരിക്കും പിന്നീട് അഡ്വൈസറി ബോർഡിൽ സ്ഥാനമുണ്ടായിരിക്കുക എന്നുള്ളിടത്തേക്ക് ഒരു ധിക്കാരപൂർവമായ സമീപനം. തങ്ങൾ തീരുമാനിക്കും, ആ തീരുമാനം സമസ്ത അംഗീകരിക്കണം എന്ന നിലക്കുള്ള ധിക്കാരപരമായ സമീപനമാണ് വീണ്ടും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ജാമിയയുടെ പ്രസിഡന്റിന് പകരം ആരെ എന്നതിനെക്കുറിച്ച് പുതിയ ഭരണഘടനയിൽ പേര് പറഞ്ഞിട്ടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായ ജിഫ്രി തങ്ങൾ അഡ്വൈസറി ബോർഡിൽ നിന്ന് നീക്കം ചെയ്തു എന്ന പരാതി ഉയർന്ന ഘട്ടത്തിലാണ് 12/2/2022 ചേർന്ന CIC യോഗം ഒരു പുതിയ തീരുമാനമെടുക്കുന്നത്. അടുത്ത ഒരു വർഷത്തെ ഊഴം കൂടി സമസ്തയുടെ മുഷാവറ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾക്ക് ഞങ്ങൾ നീട്ടിക്കൊടുത്തിരിക്കുന്നു എന്ന് ഔദാര്യപൂർവമായ ഒരു സമീപനം, അതാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. പ്രസിഡന്റിനെ വെട്ടിയത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് വന്ന മറുപടിയാണ്, പ്രസിഡന്റിനെ അടുത്ത ഒരു ഊഴം, ഈ ഒരു നടപ്പ് വർഷം കൂടെ അതിൻ്റെ സ്ഥാനത്ത് അവരിയ്ക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തോന്നിയ ഒരു മെമ്പറെ ഞങ്ങൾ അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരും എന്ന നിലക്കുള്ള ഒരു നയമാണ് അവർ ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. അതുപോലെ തന്നെ ഇവർ സ്വീകരിച്ച മറ്റൊരു വഞ്ചന, CICയുടെ ഭരണഘടനയിൽ തുടക്കം മുതലേ ഉണ്ടായിരുന്ന സമസ്തയുടെ അധികാരം, അതുപോലെ ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ അവകാശം, ഇതെല്ലാം രേഖപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലെ ഓഫീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വീക്ഷണവും ഉപദേശ നിർദ്ദേശങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഉന്നത ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അക്കാഡമിക് പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതികളും സർവകലാശാല മാതൃകയിൽ കാലോചിതമായി പരിഷ്കരിക്കുക, ഏകീകരിക്കുക, പുതിയ പാഠ്യപദ്ധതികൾ ആവിഷ്കരിക്കുക. ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഭരണഘടനയിൽ അതിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഭേദഗതി വരുത്തിയ പുതിയ ഭരണഘടനാ പ്രകാരം നോക്കൂ നിങ്ങൾ, ഇവിടെയും സമസ്തയെ വളരെ തന്ത്രപൂർവ്വം അകറ്റി നിർത്തുന്നത് കാണാൻ സാധിക്കും. ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർവകലാശാലകളും സ്ഥാപിച്ചു നടത്തുക, ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അഫിലിയേറ്റ് ചെയ്ത് അവയുടെ അക്കാഡമിക് പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതികളും കാലോചിതമായി പരിഷ്കരിച്ച് ഭൗതിക വിദ്യകളോട് സമന്വയിച്ചും അല്ലാതെയും നടപ്പാക്കുക. ഇവിടെ
പഴയ ഭരണഘടനയും പുതിയ ഭരണഘടനയും തമ്മിൽ വലിയ അന്തരമുണ്ടായതായി നമുക്ക് കാണാൻ സാധിക്കും. അവിടെ സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്ന സമസ്തയുടെ അധികാരം പരിപൂർണമായും അവിടെ ഉന്മൂലനം ചെയ്യുന്നത്, ഇല്ലായ്മ ചെയ്യുന്നത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും സമസ്തയുടെ റൈറ്റ് എടുത്തു കളയുന്ന നിലപാടാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ മറ്റൊന്നാണ്, വാഫി സർട്ടിഫിക്കറ്റ് നൽകുന്ന വേളയിൽ ആ സ്ഥാപനത്തിൽ സമസ്തയുടെ കീഴിൽ എന്ന് എഴുതി ചേർക്കണമെന്ന് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടിട്ട് പോലും അവർ അത് എഴുതാതിരുന്ന ധിക്കാരപൂർവ്വമുള്ള മറ്റൊരു സമീപനം. അതിനെതിരെ വളരെ ഗൗരവത്തോടുകൂടി വളരെ രൂക്ഷമായി സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾക്ക്, പാണക്കാട്ട സ്നേഹം വല്ലാതെ വിളമ്പുന്ന ആളുകളാണല്ലോ, എന്നാൽ ആ പാണക്കാട്ട തങ്ങളുടെ വാക്കിനെ ധിക്കരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം രേഖകൾ ഇന്നും സമസ്തയുടെ ഓഫീസിൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ വളരെ കൃത്യമായി വളരെ കാര്യക്ഷമമായി അതെല്ലാം കൈകാര്യം ചെയ്ത് എടുത്തു വെച്ച് സൂക്ഷിച്ചു പോരുന്നുണ്ട്. ഇതെല്ലാം രേഖകളാണ്. ഏതാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമായി സമസ്തയെ ഇവർ എങ്ങനെയാണ് കണ്ടത്, സമസ്തയോടുള്ള ഇവരുടെ സമീപനം എന്തായിരുന്നു എന്നതൊക്കെ. പല ഘട്ടങ്ങളിൽ ഇവരുമായി ചർച്ച നടത്തി, സമിതിയെ നിയോഗിച്ച്, വിഷയങ്ങൾ കൂടുതൽ പഠിച്ച്, പല തവണകളിലായി മുഷാവറ കൂടി, എന്നിട്ട് പോലും പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയല്ലാതെ ബന്ധവിച്ഛേദനം എന്ന് പറയുന്ന ഒരു സംഗതി സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. എന്നാൽ 2022 4 മാസം 12-ാം തീയതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ മുഷാവറ യോഗത്തിൽ അതിൻ്റെ ആശയാദർശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന കോളേജുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾ വിവാഹിതരാകേണ്ടി വന്നാൽ അതിന് അവർക്ക് അനുവാദം നൽകുകയും തുടർന്ന് അവർക്ക് പഠനം പൂർത്തിയാക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്നും സമസ്ത മുഷാവറയിൽ തീരുമാനമെടുത്തു. ആ തീരുമാനം CICയെ അറിയിച്ചു. ആ കത്തിന് മറുപടി ലഭിക്കാത്തതിനാലും സമസ്തയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാത്തതിനാലും CICയുമായുള്ള സംഘടനാ ബന്ധം അവസാനിപ്പിക്കുകയാണ് എന്ന് 15/6/2022 അവർക്ക് അതിൻ്റെ തീരുമാനം കത്തായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നൽകുന്നത്. എത്രയോ പ്രാവശ്യം സഹിച്ചു, എത്രയോ പ്രാവശ്യം വിഷയത്തിൽ ക്ഷമിച്ചു, പക്വമായ ഇടപെടലുകൾ നടത്തി. പക്ഷേ ഒരു നിലക്കും സമസ്തക്ക് വഴങ്ങാനും കീഴ്പ്പെടാനും അംഗീകരിക്കാനും സാധ്യമല്ലെന്ന് ആവർത്തിച്ചാവർത്തിച്ച് നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം ഒരു ചെറിയ ഡോസ് എന്ന നിലക്കാണ് അവരുമായി സഹകരിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എത്തുന്നത്. ഈ ഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, CICയുടെ പ്രസിഡന്റ്, നേരിട്ട് ഇടപെട്ടുകൊണ്ട് പ്രശ്നങ്ങൾ രമ്യമായി നമുക്ക് പരിഹരിക്കാം എന്ന ഒരു വിഷയം സമസ്തയെ ധരിപ്പിക്കുന്നത്. അങ്ങനെ ഈ പ്രശ്നപരിഹാരത്തിന് നേതൃത്വം നൽകാൻ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ തൻ്റെ വിഷയം ഏറ്റെടുക്കുകയും പാണക്കാട് CIC പ്രതിനിധികളെ വെച്ച് യോഗം ചേരുകയും ഒക്കെ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. 30/6/2022 പാണക്കാട് വെച്ച് വിശദമായി ഈ വിഷയത്തെക്കുറിച്ച് 2 വിഭാഗവും ഒരുമിച്ചിരുന്നുകൊണ്ട് ചർച്ച നടക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായി. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ഉമർ ഫൈസി മുക്കം, അതുപോലെ ഹംസക്കുട്ടി ബാക്കവി ആദർശേരി, വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി, മോയിൻകുട്ടി മാസ്റ്റർ എന്നിവരാണ് അവിടെ ചർച്ചയിൽ പങ്കെടുത്തത്. ഈ ചർച്ചയിൽ പങ്കെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ CIC ഈ വിഷയങ്ങളൊക്കെ വീണ്ടും ചർച്ച ചെയ്തു. 1/7/2022 സമസ്തക്ക് ഈ വിഷയത്തിൽ വീണ്ടും മറുപടി കൊടുത്തു. ശ്രദ്ധിക്കേണ്ടത്, സമസ്തയുടെ CICയുടെ പ്രസിഡന്റ് മാത്രമല്ല, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിങ്ങളുടെ എല്ലാവരുടെയും നേതാവാണ്. അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്, അതുപോലെ സമസ്തയുടെ നേതാവാണ്. ഈ ഒരു നേതാവിൻ്റെ മധ്യസ്ഥതയിൽ എടുത്ത ഒരു ചർച്ചക്ക് സമസ്തയുടെ എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിക്കാം എന്നു പറഞ്ഞ് വീണ്ടും ആ ഭരണഘടന ഭേദഗതി വരുത്തിയിട്ടുള്ള ആ ഭാഗങ്ങളുമായി ഇക്കൂട്ടർ മുൻപോട്ട് പോകുന്ന വലിയ ഒരു ചതിയാണ് പിന്നെയും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമാക്കുന്ന നിലക്കുള്ള ഇടപെടലുകളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഈ വേളയിലാണ് നമ്മളെല്ലാവരും കണ്ട സോഷ്യൽ മീഡിയകളിലൂടെ ആദരണീയരായ ഉസ്താദുമാരെ അധിക്ഷേപിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ
വ്യാപകമായി ഇറങ്ങുന്നത്. സമസ്ത നേതാക്കൾക്കെതിരെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റുകൾ ഇറക്കിയതിൻ്റെ കൂട്ടത്തിൽ ലുക്മാൻ വാഫിയെ അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് സമസ്ത CIC ആവശ്യപ്പെടുന്നു. പക്ഷേ വാഫി കലോത്സവം വന്ന വേളയിൽ അദ്ദേഹത്തിന് എക്സലൻസി അവാർഡ് കൊടുത്ത് ആദരിക്കുന്ന ഒരു നിലപാടാണ് CIC ഭാഗത്തു നിന്നുണ്ടായത്. എല്ലാ അർത്ഥത്തിലും സമസ്തയെ കരിവാരിത്തേക്കാനും സമസ്തയുടെ സ്വീകാര്യത തകർക്കാനും സമസ്തയെ ഒരു പരിഹാസ്യപാത്രമായി സമൂഹമധ്യേ അവതരിപ്പിക്കാനുമുള്ള ഹീനമായ പ്രവർത്തനങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്ന് തുടരെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. 2022 നവംബർ മാസം 9 സമസ്ത യോഗം ചേർന്നുകൊണ്ടാണ് ഈ വിഷയത്തിൽ 40 അംഗ മുഷാവറ കൂടി ഒരു തീരുമാനമെടുക്കുന്നത്. തീരുമാനം നമുക്ക് ഇങ്ങനെ വായിക്കാം. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്കും സമസ്തയുടെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾക്കും വിരുദ്ധമായി പ്രചരണം നടത്തുകയും സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തതായി സമസ്ത മുഷാവറക്ക് ലഭിച്ച രേഖാമൂലമുള്ള പരാതികളിൽ നിന്നും ഇത് സംബന്ധിച്ച് നിയമിച്ച സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ നിന്നും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഹക്കീം ഫൈസിയെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും നീക്കം ചെയ്യാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുഷാവറ യോഗം തീരുമാനിച്ചു. അത്തരം ഒരു തീരുമാനം വന്നതിൻ്റെ ശേഷവും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥ ചർച്ചകൾ നടക്കുകയാണ്. ആ മധ്യസ്ഥന്മാരെ പോലും കബളിപ്പിക്കും വിധത്തിലുള്ള തീരുമാനങ്ങളും ചർച്ചകളുമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2023 ഫെബ്രുവരി മാസം 14 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വീണ്ടും മുഷാവറ യോഗം ചേർന്നു. ഈ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തു. CIC സെക്രട്ടറിയായി ഹക്കീം ഫൈസി നിലകൊള്ളുന്ന കാലത്തോളം CIC സമസ്ത സഹകരിക്കില്ല എന്ന് തീരുമാനമെടുത്തു. എന്നാൽ CIC പ്രസിഡന്റ് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി സഹകരിച്ച് വാഫി വഫിയ സംവിധാനം ശക്തിപ്പെടുത്തും. അപ്പോഴും ഈ സംവിധാനത്തിന് കോട്ടം തട്ടരുത് എന്ന നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക്. ഏതാനും ചില ആളുകളുടെ വാശിക്കും അവരുടെ ശാഠ്യങ്ങൾക്കും വൈരാഗ്യത്തിനും മുൻപിൽ ഒരു വിദ്യാഭ്യാസ ഏജൻസി തകർന്നു പോകരുത് എന്ന നിർബന്ധമായ കർശനമായ ആഗ്രഹമുണ്ടായിരുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക്. ഏതാണെങ്കിലും ഈ തീരുമാനം വന്നതോടുകൂടി CIC സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഹക്കീം ഫൈസി ആദർശേരിയോട് മാറി നിൽക്കാൻ ബഹുമാനപ്പെട്ട സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. കത്ത് കൊടുക്കാൻ, അത് വാങ്ങാൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കല്ല ഈ രാജ്യം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് സെനറ്റ് സ്വീകരിക്കണം. സാദിഖ് അലി തങ്ങൾക്ക് നേരിട്ടല്ല ഇതിന് തീരുമാനമെടുക്കാനുള്ള അധികാരം എന്ന് പറഞ്ഞുകൊണ്ട് പാണക്കാട്ട തങ്ങളെയും അവമതിക്കുന്ന ഒരു രീതി. ആ രാജിക്കത്ത് കൊടുക്കാൻ പോലും അത് സ്വീകരിക്കാൻ തങ്ങൾക്ക് അധികാരമില്ല എന്നു പറഞ്ഞ് അവിടെയും പ്രശ്നം രൂക്ഷമാക്കുന്ന പാണക്കാട്ടെ വലിയ ഭക്തന്മാരായി പുറത്ത് അരങ്ങത്ത് നിറഞ്ഞാടിയിരുന്ന ആളുകൾ പാണക്കാട്ട തങ്ങളെ അനുസരിക്കേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ ആ തങ്ങളെപ്പോലും തള്ളിപ്പറയുന്ന, അവമതിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഇതിനപ്പുറവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും നമുക്ക് തുറന്നു പറയേണ്ടതുണ്ട്. കാരണം സാധാരണക്കാരായ ആളുകൾ പലരും തെറ്റിദ്ധരിച്ചു വച്ചിരിക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ സമസ്ത ഒരു വിദ്യാഭ്യാസ ഏജൻസിയെ തകർക്കുന്നതിന് വേണ്ടി ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടു എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ അറിഞ്ഞതിലും അപ്പുറമാണ്.